പോപ്കോൺ ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ചും കാരമൽ പോപ്കോൺ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അല്ലെ. വെറും 20 രൂപയുടെ കോൺ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കാരമൽ പോപ്കോൺ ആണിത്. സിനിമ കാണാൻ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഈ പോപ്കോൺ വാങ്ങിച്ചു കൊടുക്കുന്ന ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ച് പഠിക്കും. ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ കാരമൽ പോപ്കോൺ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഒരുപാട് വില കൂടിയ ഇൻസ്റ്റന്റ് കോണൊന്നും മേടിക്കണ്ട. വെറും സാധാരണ കോൺ. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു 1/4 കപ്പ് നെയ്യോ ബട്ടറോ ഒഴിക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പിടാം. 1 കപ്പ് ഉണക്ക ചോളം ഇട്ട് ഒന്ന് ഇളക്കി മറിക്കാം. ഒരു കപ്പിന് കഷ്ടി ഒരു 20 രൂപയെ നമുക്ക് ചിലവ് വരുള്ളൂ കേട്ടോ. ഇനി വെയിറ്റ് ഇടാതെ അടച്ചു വെച്ച് ഇളക്കണം. ടക്ക് 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 എന്ന് പൊട്ടി തുടങ്ങുന്നത് നമുക്ക് കേൾക്കാമേ. പൊട്ടൽ നിന്ന് ഒട്ടനെ തീ ഓഫാക്കി തുറന്ന് നോക്കാം. പെർഫെക്റ്റ്. ആഹാ, ഇനി എന്തിന് നമ്മൾ ഭീകര വില കൊടുത്ത് പുറത്തു നിന്ന് വാങ്ങണം അല്ലേ? 1 കപ്പ് പോപ്കോണ്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് നമുക്ക് ഓയിലാണ് തരിക. ഓയിൽ ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നെയ്യിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിൽ ഉണ്ടാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഞാൻ ഗീലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉപ്പൂട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഇനി നമുക്കിത് കാരമൽ പോപ്കോൺ ആക്കണം. ഒരു പാൻ എടുത്ത് നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര അങ്ങോട്ട് ചേർക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഉരുകി വരുമ്പോൾ നല്ല തിളച്ച വെള്ളം 1/2 കപ്പ് അങ്ങോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും, സൂക്ഷിക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അത്ര നൂൽപ്പരുവം ആവണ്ട കേട്ടോ. ഇതാണ് നമ്മുടെ കാരമൽ സിറപ്പ്. ഇനി ഒരു പാൻ വെച്ച് ഒരു 125 മുതൽ 150 ഗ്രാം വരെ നമുക്ക് ബട്ടർ ഇടാം. അത് ഉരുകുമ്പോഴേക്കും 1 കപ്പ് ബ്രൗൺ ഷുഗർ ഇടുക. അതായത് പഞ്ചസാരയും ശർക്കരയും ഏകദേശം ഒരു ഈക്വൽ അനുപാതത്തിൽ എടുക്കുന്നതാണ് നമ്മുടെ ബ്രൗൺ ഷുഗർ. ഇതിങ്ങനെ ഉരുകി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അത് 1 കപ്പ് ഒഴിക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചാൽ നമ്മുടെ കാരമൽ സോസ് റെഡിയാണ്. ഇത് കുറച്ചും കൂടെ തിക്കാവണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്താൽ സെറ്റായി. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കിയ പോപ്കോണില്ലേ, അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ച് ഇളക്കി മറിച്ച് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ദാ കാരമൽ പോപ്കോൺ ഒരു 80% ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് അത്ര പെർഫെക്റ്റ് ആവില്ല. നമുക്ക് ആ സിനിമ തിയേറ്ററിൽ കിട്ടുന്ന അതേ ഒരു എഫക്റ്റ് വരാൻ ചെറിയ സൂത്രപ്പണിയുണ്ട്. അത് ഞാൻ കാണിക്കാം. OTG ഉള്ളവർ അത് ചെയ്യാം കേട്ടോ. OTG ഒരു 10 മിനിറ്റ് 200 ഡിഗ്രിയിൽ ചൂടാക്കിയിട്ട് ഒരു 30 മിനിറ്റ് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിടുക. വീണ്ടും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കിയിടുക. അങ്ങനെ ഒരു 20 മിനിറ്റ് തന്നെ ധാരാളം. അപ്പോൾ എന്താവും, ഒന്നൊന്നിൽ തൊടാതെ നല്ല അടിപൊളി ഇങ്ങനെ കാരമൽ പൊതിഞ്ഞ കാരമൽ പോപ്കോൺ റെഡി ആയിരിക്കും. അപ്പം അതുപോലെ പറയുകയാണെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നിങ്ങളുടെ സ്വന്തം അമ്മ.